അമ്മ പറഞ്ഞത് മോൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി നിന്റെ സ്ഥാനത്തെക്കുറിച്ച് നിനക്കൊരു സംശയം വേണ്ട. നീ ആ കളരിക്കരെ മരുമോള്. നീയാണ് നവീന്റെ ഭാര്യ. എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ട് അമ്മയ്ക്ക് അങ്ങോട്ട് പോവാം. പക്ഷേ ഞാൻ നവീനൊപ്പം ജീവിക്കാൻ നിനക്ക് ആഗ്രഹമില്ലെന്ന് ഞാൻ ചോദിച്ച നിന്റെ മനസ്സിലുള്ള ആഗ്രഹം മറച്ചു വെച്ച് നീ ഒരു ഉത്തരം പറയും. ഇനി ആ ഒരു കള്ളം നമുക്കിടയിൽ വേണ്ട മോളെ. നിനക്ക് നവീനെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഈ അമ്മയ്ക്കറിയാം. ഇനി നിങ്ങളെ ശല്യപ്പെടുത്താനോ വേർപെടുത്താനോ ആരും വരില്ല. ആ ഉറപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അമ്മ കുറച്ച് ദിവസം ഇവിടെ നിൽക്ക്. അപ്പൊ എനിക്ക് ഒരു ധൈര്യം കിട്ടുമല്ലോ. മോളിക്കുട്ടിയും ഗോപാലനും ഒക്കെ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് നിൽക്കുക. അമ്മ അവരുടെ കൂടെ പോവുക. ഒരു കാര്യം ഉറപ്പാ, നവീന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം ഉറച്ചതാ. കളരിക്കരിന്ന് നിന്നെ പടിയിറക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ഗാഥയ്ക്കൊരിക്കലും നവീന്റെ സ്നേഹം പിടിച്ചു പറ്റാനോ നവീനൊപ്പം ജീവിക്കാനോ പറ്റില്ല. ഇനി ആ യോഗ്യത നിനക്കാ മോളെ. ഇനി അമ്മ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാം നിന്റെ കയ്യില്. അമ്മ മരുന്നൊക്കെ നേരത്തിന് കഴിക്കണം. എന്റെ മരുന്നുകൾ ഞാൻ ശീലിച്ചതാണല്ലോ. നീ നിന്റെ ആരോഗ്യം നോക്കണം. നീ ആവശ്യമില്ലാത്ത ഒരു കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട. ജീവിതത്തിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടും. അവര് നമ്മളെ കൊണ്ട് പലതും ചെയ്യാൻ ശ്രമിച്ചിട്ടും ഉണ്ടാവും. ഇപ്പൊ അവരൊക്കെ അവരുടെ വഴിക്ക് പോയി. നമ്മൾ സ്വതന്ത്രരുമായി. ഇപ്പൊ അങ്ങനെ കരുതിയാ മതി. മോൾ അമ്മയ്ക്കൊരു ഉറപ്പതാ. ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ അമ്മയ്ക്കൊരു സമാധാനം വേണ്ടേ? അമ്മയോട് ഇനി ഞാൻ എന്താ പറയാ? അമ്മ പൊയ്ക്കോ, സമാധാനായിട്ട് പൊയ്ക്കോ. ഇപ്പോ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് അമ്മയാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ ഒരാളോട് മുഷിയില്ല. അത് മതി മോളെ. അമ്മയ്ക്ക് അത് മതി. എന്തുണ്ടെങ്കിലും വിളിക്കണം. ഒരു കാര്യവും പറയാൻ മടിക്കരുത്. സിത്താര മാഡത്തിനോട് ദേഷ്യമൊന്നും എനിക്കില്ല. പക്ഷെ നിന്റെ കാര്യമാവുമ്പോ മനസ്സിന് നല്ല ബലവാ. പോയിട്ട് വരാം.